ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ച് ഒരു 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതും 1/4 ടീസ്പൂൺ ജീരകവും 2 ഏലക്കായും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഏലക്കയുടെ തൊലി കളഞ്ഞ അരിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ്, പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. മുട്ടയും ഈ പൊടികളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ നടുവേ മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ പീസ് ബ്രെഡും നമ്മുടെ മാവിനകത്ത് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രെഡ് പീസും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 4 മണിക്ക് ചായയുടെ കൂടെയുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.